Hello friends, welcome back to Kinsman Food. It's me Shamlal. Friends, അപ്പോൾ ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് നമ്മുടെ പീനട്ട് ബട്ടർ എങ്ങനെ നമുക്ക് സിമ്പിൾ ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുക്കാം എന്നത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. സോ നമുക്ക് ഇത് ഉണ്ടാക്കാൻ വേണ്ടി അധികം ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊന്നും വേണ്ട. നമുക്ക് സിമ്പിൾ ആയിട്ട് തന്നെ വീട്ടിൽ ഉണ്ടാക്കി എടുക്കാവുന്നുള്ളൂ. ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമേ നമുക്ക് ഇത് ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളൂ. സോ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കണം നോക്കാം. അതിക്കുമായിട്ട് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ നൽകി ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് കിടക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഈ ഒരു പീനട്ട് ബട്ടർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കപ്പലണ്ടി എടുത്തിട്ടുണ്ട്. കപ്പലണ്ടിയുടെ അളവെന്ന് പറയുന്നത് നമ്മുടെ ചെറിയ ചട്നി ജാറിൽ ഫുള്ളായിട്ടാണ് നമ്മുടെ ഈ ഒരു കപ്പലണ്ടി എടുത്തിരിക്കുന്നത്. ഈ ഒരു കപ്പലണ്ടി ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത് നന്നായിട്ട് ചൂടായിട്ടിരിക്കുന്ന ഒരു ചട്ടിയിലേക്കാണ്. ഇതിനകത്തൊക്കെ നമ്മൾ ഉപ്പിടാണ്ട് നമ്മൾ ഇതൊന്ന് വറുത്തെടുക്കണം, ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവണ വരെ. ഇതിപ്പോൾ ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യണം. ഇനി നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ പ്ലേറ്റിലേക്ക് മാറ്റില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ചട്ടിയുടെ ചൂടുകൊണ്ട് ഇത് എപ്പോഴും ചൂടായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഇത് ചൂടാറാൻ വേണ്ടി നമുക്ക് ഏതെങ്കിലും ഒരു പ്ലേറ്റിലേക്കോ അല്ലെങ്കിൽ ഇതിൻ്റെ പേപ്പറിലേക്കോ നമുക്കൊന്ന് മാറ്റി വയ്ക്കേണ്ടതായിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം ചൂടായി കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ ആ ഒരു ചട്ടിയിലേക്ക് ഒരു ടവലൊന്ന് ഇറക്കി വെച്ച് കൊടുക്കണം. അതിനുശേഷം നമ്മുടെ ആ ഒരു കപ്പലണ്ടി നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു കപ്പലണ്ടിയുടെ തൊണ്ട് സിമ്പിളായിട്ട് കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണേ. അതിനുശേഷം നമ്മുടെ ആ ഒരു ടവല് ഇങ്ങനെ കിഴി കെട്ടണ പോലെ ഇതുപോലെ ഒന്ന് കിഴിയാക്കിയെടുക്കണം. അതിനുശേഷം നമുക്ക് ഇതുപോലെ നൈസായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം അടിഭാഗത്തായിട്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു കപ്പലണ്ടിയുടെ പുറത്തുള്ള ഒരു തൊണ്ടൊക്കെ വേർതിരിയണതായിരിക്കും. സോ നമുക്ക് എല്ലാം ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മുടെ ആ ഒരു ടവലിൽ തൊള്ളതൊക്കെ നമുക്ക് ചട്ടിയിലേക്ക് ഇട്ട് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും, ഒരു 90-95% നമ്മുടെ തൊണ്ടൊക്കെ പോയി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ആ ഒരു പരിപ്പും അതുപോലെ തന്നെ ആ തൊണ്ടും വേറെ ഇട്ട് കിടക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് രണ്ടും സെപ്പറേറ്റ് ചെയ്യണം. ഇപ്പോൾ ഞാനിവിടെ രണ്ടും സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പരിപ്പ് മാത്രമേ ഇവിടെ ഉള്ളൂ, തൊണ്ടൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പരിപ്പ് നമ്മുടെ ഈ മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് കൂടാൻ പാടില്ല. ഉപ്പ് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല, ഭയങ്കര ഉപ്പ് കഴിക്കും. അതുകൊണ്ട് കുറച്ച് ഉപ്പ് വേണം നമ്മൾ ഇതിനകത്ത് ഇട്ട് കൊടുക്കാനായിട്ട്. ശേഷം നമുക്കിത് ഒന്നുകൂടി നടിച്ചെടുക്കാം. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് തേനാണ്. തേൻ ഞാനിപ്പോൾ ഇവിടെ 1 ടേബിൾ സ്പൂണാണ് ചേർക്കണേ. അപ്പോൾ മധുരത്തിനനുസരിച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് 2 ടേബിൾ സ്പൂണൊക്കെ ചേർക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഓയിലാണ്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യണേ. ഇപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യണേ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2-3 ടേബിൾ സ്പൂണൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്കിത് നല്ല രീതിയിൽ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ പീനട്ട് ബട്ടർ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഇത് തുറക്കുമ്പോൾ തന്നെ ചെറുതായിട്ടൊരു തരിതരിപ്പ് ഫീൽ ചെയ്യും. പക്ഷേ അത് ശരിക്കും തരിതരിപ്പൊന്നുമില്ല, നന്നായിട്ട് സോഫ്റ്റായിട്ട് തന്നെയാണ് ഇരിക്കണേ. ശരിക്കും നല്ല ക്രീമി ആയിട്ട് തന്നെ ഇരിക്കണേ. അതിനുശേഷം നമുക്കിതൊരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ പ്ലേറ്റിലേക്ക് മാറ്റുമ്പോൾ അത് കുറച്ച് നേരം ഇരിക്കുമ്പോൾ ശരിക്കും അത് ക്രീം പോലെ ആയിക്കോളും. ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടി സോഫ്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഓയിൽ ചേർത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം കൂടിയും കറക്കി എടുത്തു കഴിഞ്ഞാൽ അത് കുറച്ചും കൂടിയും സോഫ്റ്റ് ആവണതായിരിക്കും. പക്ഷേ നമ്മുടെ ഒരു ക്രീമിൻ്റെ പരുവെന്ന് പറയുമ്പോൾ ഒരു ഏകദേശം ഇത്തിരി കട്ടിയൊക്കെ വേണം, അല്ലെന്നുണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ട് ലൂസായി പോവും. സോ ഇനിയും കുറച്ചും കൂടി ലൂസ് ആവണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ കുറച്ചും കൂടി ഓയിലും അതുപോലെ തന്നെ വേണമെങ്കിൽ കുറച്ചും കൂടി തേൻ ചേർത്തിട്ട് നമുക്ക് ഒരു പ്രാവശ്യം കൂടിയും കറക്കിയെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു പീനട്ട് ബട്ടർ ടേസ്റ്റ് ചെയ്ത് നോക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബ്രെഡിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഈ ഒരു പീനട്ട് ബട്ടർ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ പീനട്ട് ബട്ടറൊക്കെ തേച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ജസ്റ്റ് ഇതൊന്ന് കഴിച്ച് കാണിച്ചു തരാം. എൻ്റെ മുഖമൊന്നും കാണിക്കുന്നില്ല. സോ ഞാൻ കഴിച്ചെന്നുള്ള എൻ്റെ പ്രൂഫായിട്ട് എൻ്റെ പല്ലിൻ്റെ പാടൊക്കെ അവിടെ തന്നെ ഉണ്ട്. എന്തായാലും സംഭവം കൊള്ളാം, എനിക്ക് വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ട്രൈ ചെയ്തുകൊണ്ടൊരു ഐറ്റമാണ്. അപ്പോൾ ഇത്ര തന്നെ വീഡിയോ പറയാനുള്ള വീഡിയോ അവിടെ അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇത് നല്ലൊരു വീഡിയോ മേളത്തെ പ്രാവശ്യം കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.